ഗായ്സ്, വെൽക്കം ടു ലെജൻഡ് ഗെയിമിംഗ്. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് കളിക്കാൻ പോവാണ്. മറ്റൊരു ഫ്രണ്ട് ഈ മലയാളിയാണ് സച്ചു എന്നാണ് ഈ മലയാളിയുടെ റിയൽ നെയിം. ഇത് ഈ മലയാളിയിലൂടെ കളിക്കുന്ന ഫസ്റ്റ് മാച്ചാണ്. ഇവൻ റൂമിടും. ഞാൻ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡായി. ഇനി റെഡി. ഓക്കെ, കളി തുടങ്ങാനോ പോയി. ഇനി പെട്ടെന്ന് കളി തുടങ്ങും. ഇനിയാണ് കളി പെട്ടെന്ന് തന്നെ നോക്കും. വണ്ടാപ്പി ഞാൻ ന്യൂബാണ്. നമുക്ക് അറിയാത്ത അൾട്രാ ന്യൂബാണ് ഞാൻ വണ്ടാപ്പിൽ. ന്യൂബുകളെ മാത്രമേ ഞാൻ തോപ്പിക്കാറുള്ളൂ വണ്ടാപ്പിൽ. പക്ഷേ എന്നെക്കാളും ന്യൂബുകളെ തന്നെ. കളി തുടങ്ങി. ഫസ്റ്റ് റൗണ്ട് ഡബിൾ M18 എടുക്കാം. ഓക്കെ, ഡബിൾ M18. വണ്ടാപ്പിന് M18 ബെസ്റ്റ് എന്നാണ് കേട്ടിട്ടുള്ളൂ. പലരും എന്നെ M18 ഇട്ടൊക്കെ തോപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് M18 ഇട്ട് ഒരിട്ടൊന്ന് കളിച്ച് നോക്കാം. അല്ലായി എന്തോ ഗ്ലൂ വാളൊക്കെ ഇവിടെ നിന്നാ പൊട്ടിച്ചോണ്ടൊക്കെ വരുന്നു. കൊല്ലായി ഒരേ തരത്തിന് അടുപ്പിച്ച് ഗ്ലൂ വാളിട്ട് എന്തിനാണ് മാറി ഓടിയിരുന്ന് ഗ്ലൂ വാളിടണമായിരുന്നു. ഇതും അവൻ നമ്മളെ തോപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ഗ്ലൂ വാളും ഇട്ടങ്ങ് പോവാം. വീണ്ടും ദാ വരുന്നു. അടിക്കാൻ നോക്കിയപ്പോഴേക്കും നമുക്കാണല്ലോ അടി കിട്ടുന്നത്. എല്ലാത്തിനും വണ്ടാപ്പ നല്ലണോ? ഞാൻ മാത്രം എന്താണ് ന്യൂവായിപ്പോയത്. സ്പീഡിന് വരുന്നു കൂടി. ഓരോ സ്കില്ലിട്ട് നോക്കിയാലും പറ്റൂല. ഇത് വർക്കാവാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ കാണുന്നില്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടാ. എല്ലാവരും കുറേ എണ്ണം കണ്ട്, പക്ഷെ ലൈക്കും ചെയ്യില്ല, സബ്സ്ക്രൈബും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇത്ര അടിച്ചിട്ടൊന്നും പറ്റിയില്ല. നിങ്ങളുടെ ലൊക്കേഷൻ ഗ്ലൂ വാളുടെ അൺലിമിറ്റഡ് ഗ്ലൂ വാളല്ലേ ഇട്ടുണങ്ങിയിരിക്കാം. കിടന്നു. ഇനി ചുറ്റും ഗ്ലൂ വാളിട്ട് വെച്ച്. ചുറ്റും ഗ്ലൂ വാളുന്ന ന്യൂമാരാണ്. ഇടയ്ക്കൂടെ അങ്ങനെ പോവും. ഫ്രണ്ടിൽ കൂടെ ഗ്ലൂ വാളിട്ടു. അകത്തൂടെ വന്ന് നമ്മളെ കൊല്ലും. ഒറ്റയടിക്ക് ഹെഡ്ഷോട്ടടിക്കാൻ പോകുന്നു. ഇതിൽ ഏതോ ഒരു കളി ഞാൻ ജയിച്ചു. അവൻ M590 ഇട്ട് ഒരു വട്ടം തീർത്തായിരുന്നു. ഞാനിവിടെ തിരിച്ച് ഈക്വൽ എടുക്കാനായിട്ട് M590 എടുക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും ഗ്ലൂ വാളിട്ടോ. ഗ്ലൂ വാളെല്ലാം കൂടെ പൊട്ടിച്ചോണ്ട് വന്നേക്കുന്നു. ഓക്കെ, വീണ്ടും അവിടെ നിന്ന് ഗ്ലൂ വാളിട. എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഗ്ലൂ വാളിട. ഞാൻ മാത്രമേ ഇങ്ങനെ ഇടുന്ന ഗ്ലൂ വാളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം. അപ്പോഴേ നമ്മളെ കൊന്നല്ലേ. ഏതാ ഒരു കളി ഞാൻ ജയിച്ചു. ഇവന്മാരൊക്കെ എന്നെക്കാളും പ്രോയാണ്, അതുകൊണ്ട് പറ്റൂല. ഉണ്ടെങ്കിൽ ഞാൻ ഒരു കളി എങ്ങനെ ജയിക്കും. KL സെനോസ് എന്ന് പറയുന്ന ഒരുത്തുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത്. KL സെനോസിനായിട്ട് കളിക്കുന്ന വേറൊരു വീഡിയോ നേടാം. ഇപ്പം എന്നോട് ചിലപ്പോഴേ അവൻ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ അവൻ കളിക്കാൻ കയറുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഗ്ലൂ വാൾ വിട്ടുകൊണ്ടിരിക്കുക. അധികം പെട്ടെന്നൊന്നും വരില്ല. ഷോട്ട് അടിച്ച് വരില്ല. ഓടി വരുന്നു. ഇങ്ങോട്ട് വന്നാൽ ഒരു ഹെഡ്ഷോട്ടി തീർക്കാം. ഇനിയും ഫ്രണ്ടിൽ ഒരു ഗ്ലൂ വാൾ ഇടേണ്ടി വരും. എന്തി താണ്ട അവ എവിടെയും പോവില്ല. ഡാമേജ് കുറേ കൂടിയിട്ടുണ്ട്. ഹെൽത്ത് HP കുറേ പോയിട്ടുണ്ട്. ഏതിലെ കൂടെയൊക്കെ പൊട്ടിച്ചോണ്ട് വരുന്നതാണ്. ഇടുന്ന ഗ്ലൂ വാളെല്ലാം അവൻ പൊട്ടിച്ചോണ്ടിരുന്നു. അപ്പം അപ്പുറത്തൂടെയാണ്. ഇങ്ങോട്ട് അടിച്ചിട്ട് വേണം അവൻ്റെ മുമ്പിൽ പോകാൻ.
ഈ ഇൻഹേലൊക്കെ ഇട്ടുകൊണ്ട് അവൻ്റെ മുമ്പിൽ പോയാൽ ചിലപ്പോൾ ആ സ്കില്ല് വർക്കാവും. ഈ ഓറേൻ്റെ സ്കില്ലിന് 2 വേഗമുണ്ട്. ഒന്ന് HP ഉറയ്ക്കാനും പിന്നെ ഒന്ന് രൂപം മാറിയാൽ ആർക്കും പിടിക്കാനും ഒക്കില്ല. ഇവിടെ ഞാൻ 2ാമത്തെ വേഗമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്നും വർക്കാവുന്നില്ലല്ലോ. ബ്ലൂ വാൾ മാറ്റിയിട്ട് M590 എടുത്തോണ്ടങ്ങ് പോവാം. ഓക്കേ, ബ്ലൂ വാളില ഒന്നും കിട്ടൂല കേട്ടോ. ഇവിടെ നോക്കണ്ട. ഫിസ്റ്റ് കൊടുത്തോണ്ട് ഫിസ്റ്റ് കൊണ്ട് കളിക്കുന്നു. അതിന് മുമ്പിച്ചൊന്ന് നിൽക്കുക ഇത് കിട്ടുകൊണ്ട്. ബ്ലൂ വാളിനകത്ത് പോണ്ട് ദേ നിൽക്കാണ്. ഓ അവന്താ ഞാൻ ബ്ലൂ വാളിന്ന് വീണ്ടും കൊന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് എടുക്കണം. ഏതാ ഒരു കളി ഞാൻ ജയിച്ചായിരുന്നു. ഇതായിരിക്കും ഉറപ്പില്ല. നമ്മുടെ സ്ഥിരം രീതിയായിട്ടുള്ള ഗ്ലൂ വാൾ ഇട്ടുകൊണ്ട് അങ്ങ് പോവാം. ഇവൻ ഗ്ലൂ വാളിൻ്റെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുന്ന എന്തൊരു സ്കില്ലുണ്ട് ഇവൻ. ഇവൻ്റെ തലമണ്ട എവിടെ നിന്നെങ്കിലും കിട്ടി അടിച്ച് പൊട്ടിക്കുക എളുപ്പമായി. ഒരു വട്ടം ഒന്ന് ലോക്കായാൽ മതി ഒരു വണ്ടാപ്പ അടിച്ച് പൊട്ടിക്കാൻ. അയ്യോ ഇവൻ്റെ തലമണ്ടെന്ന് കിട്ടുന്നില്ലല്ലോ നേരെ അടിച്ച് പൊട്ടിക്കാൻ. ഇവനെ എവിടെ അടിച്ചിട്ട് അങ്ങോട്ട് HP പറയുന്നില്ല. കുറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഹെഡ് ആവുന്നില്ല. ഇതൊന്നൊരു ഇഷ്ടമാണ്. ഇതിലെ കൊണ്ടെങ്കിലും ഓടി പോവാം. വന്നു അയ്യോ തലമാറിപ്പോയി. ഹെഡ് ഷോട്ട് അടിച്ചേ. ഒരു കളിയെങ്കിലും ജയിച്ചേ. ഇമോട്ടിട്ടേ. ഒരു കളിയേ ഞാൻ ജയിച്ചിട്ടുള്ളൂ. എനിക്കുള്ള കളി മൊത്തം ഞാൻ പൊട്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ഒരു കളി മാത്രം ജയിച്ചേ ഉള്ളൂ. സെനോസിൻ്റെ കൂടെയാണ് കളിക്കുന്നെങ്കിൽ ഒന്നും ആവൂല. സെനോസിൻ്റെ കൂടെയാണ് കളിക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴേ തോക്കേണ്ടത്. ഒന്നുമില്ല എടുക്കാൻ ഞാൻ സെനോസിൻ്റെ കൂടെ തോറ്റിട്ടുണ്ട്. അപ്പോൾ അവൻ 40 ലെവലായിട്ടുണ്ട്. എന്നെക്കാളും പ്രോ ആണ്. അവനിപ്പോൾ 40 ലെവലാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ MRS ലൈവിനെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു യൂട്യൂബറാണ്. പെട്ടെന്ന് ഗ്ലൂ വാളിട്ട് പോവുക. ഇതന്നെ പെട്ടെന്ന് ഇതിലേക്കുണ്ടെങ്കിൽ ഓടിക്കൊണ്ട് പോവാ. ഇതൊക്കെ അണേബിൾ ടു എക്യുപ്പ്. നോ സെറ്റ് ആയിരിക്കും. 2 ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. ഇതിലേ കൂടെ ഒക്കെ വരുമെന്ന്. അപ്പോൾ ഒറ്റയടിക്ക് വന്നൊരു ഹെഡ് ഷോട്ട് അടിച്ച് കളി തോറ്റ്. കളി പൊട്ടി. എൻ്റെ കൂടെ ഒന്നെങ്കിലും എടുത്തു. മറ്റേ സെനോസിൻ്റെ കൂടെ ഞാൻ 0-ന് പൊട്ടിയിട്ടുണ്ട്. 28 ലെവലേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്. പുതിയ എയർ ഡ്രോപ്പ്. ഇല്ല മറ്റേ ബണ്ടിലും കാനൻ ഡിഫൻഡറും മറ്റേ ലവ് കാണുന്നു. ഓക്കെ, ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്തിട്ടും റെസ്പോണ്ട് ആകുന്നില്ല. ഇവനാണ് കൃഷ്ണനുണ്ണി. കിണ്ണനുണ്ണിനെ അടിച്ചിട്ടേക്കുന്നതിന് ഇവനാണ് KL സെനോസ്. പ്രോ പ്ലെയറാണ്. ഇപ്പം 40 ലെവലുണ്ട്. ഇതിനിടയ്ക്ക് വെച്ച് നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.